കാപ്പ കേസിൽ അറസ്റ്റിലായ ബി.ജെ.പി. കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറി. അതിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾ നടക്കുകയാണ്. തിങ്കളാഴ്ച മറ്റന്നാൾ കൗൺസിൽ യോഗത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനാണ് UDFിന്റെ നീക്കം. അതേസമയം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അംഗസംഖ്യ UDFിനില്ല. അത് LDFിന്റെ കൂടി പിന്തുണ വേണം. 36 അംഗങ്ങളുടെ പിന്തുണയാണ് അവിശ്വാസ പ്രമേയത്തിന് ആവശ്യമുള്ളത്. LDF കൂടി പിന്തുണച്ചാൽ അവിശ്വാസ പ്രമേയം വന്നാൽ അത് BJPയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണസമിതിക്ക് പ്രശ്നമാകും. ഏതായാലും സുഗതൻ കാപ്പ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന സുഗതൻ സത്യപ്രതിജ്ഞയ്ക്ക് അവസരം തേടി കാപ്പ ഉപദേശക സമിതിയെയും ഹൈക്കോടതിയെയും സമീപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അതും BJPക്ക് നിർണായകമാണ്. വരുന്ന തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരാനിരിക്കെയാണ് അവിശ്വാസ പ്രമേയവുമായി UDF മുമ്പോട്ട് പോകുന്നത്. UDFിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കണമോ എന്ന കാര്യം LDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സീറ്റിന്റെ ബലത്തിൽ അധികാരം പിടിച്ചിരിക്കുന്ന BJPക്ക് വലിയ വെല്ലുവിളി ഉണർത്താൻ UDFിന്റെ ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ കഴിയും. കാരണം സുഗതന് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് തിരിച്ചറിയാനുണ്ടാകുന്നതെങ്കിൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായി വരും. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ സുഗതൻ അങ്ങനെയെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയുള്ളൂ. കൌൺസിലർ എന്ന നിലയിൽ സുഗതനും പാർട്ടി എന്ന നിലയിൽ BJPയും ഈ സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കുന്നതിന് വേണ്ടി നിയമസഹായം തേടിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കാപ്പ കേസ് പ്രതികൾക്ക് 90 ദിവസമാണ് കുറഞ്ഞത് ശിക്ഷ. ആ കാലയളവിനുള്ളിൽ എങ്ങനെ സുഗതന് പുറത്തു കിടക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അങ്ങനെ ജാമ്യം അനുവദിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ ജാമ്യം അനുവദിക്കാതിരിക്കുകയും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയവുമായി UDF മുമ്പോട്ട് പോവുകയും ചെയ്താൽ LDF ഒരുപക്ഷെ അതിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വരും. അങ്ങനെ വന്നാൽ ഒരു സ്വതന്ത്ര അംഗത്തിന്റെ കൂടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഭരണം അട്ടിമറിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് UDF കടക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF നടത്തുന്ന ഈ നീക്കത്തെ LDFും പിന്തുണയ്ക്കാനാണ് സാധ്യത. കാരണം 4 ദശാബ്ദത്തിന് അപ്പുറം ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം LDFന് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് അവർക്കൊരിക്കലും തീർത്താൽ തീരാത്ത അമർഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്ക, അതൃപ്തി ആ കാര്യത്തിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ ഭരണത്തിൽ നിന്ന് BJPയെ താഴെയിറക്കാൻ കഴിഞ്ഞാൽ അത് UDFനും LDFനും ഒരേപോലെ നേട്ടം അവകാശപ്പെടാനാകുന്ന രാഷ്ട്രീയമായ നേട്ടമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. ആ ഒരു സാഹചര്യം കണക്ക് കൂട്ടിക്കൊണ്ടാണ് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് അവിശ്വാസ പ്രമേയവുമായി മുമ്പോട്ട് പോകാനുള്ള UDFിന്റെ തീരുമാനം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.